സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മാഫിയയെ നിയന്ത്രിക്കാൻ നിയമം വരുന്നു. വിദ്യാഭ്യാസ ഏജൻസികൾക്ക് രജിസ്ട്രേഷനും ലൈസൻസും കർശനമാക്കുന്ന ബിൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കും. രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രവർത്തിച്ചാൽ തടവും പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിന് സർക്കാർ അംഗീകാരം കൊടുത്തു. 24 ബിഗ് ഇമ്പാക്ട്. VA ഗിരീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ് അഗെയിൻ, പറയൂ. ഗുഡ് മോർണിംഗ് SKN. സംസ്ഥാന സർക്കാർ ഇപ്പോൾ വിദ്യാഭ്യാസ മാഫിയയെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു ചുവടുവെപ്പിലേക്ക് നീങ്ങുകയാണ്. നേരത്തെ തന്നെ 24 ഇത്തരം വാർത്തകൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. പഠന തട്ടിപ്പും പകൽക്കൊള്ളയുമെന്ന 24ന്റെ വാർത്താ പരമ്പരയ്ക്ക് പിന്നാലെ തന്നെ ഇക്കാര്യത്തിൽ നിയമം കൊണ്ടുവരുമെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ കരട് ബില്ലിന് സർക്കാർ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ കൌൺസിലാണ് ഈ ബില്ല് തയ്യാറാക്കിയത്. ഇതിൽ ഇതര സംസ്ഥാനത്തേക്കും അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലേക്കും വിദ്യാർത്ഥികളെ പഠനത്തിന് കൊണ്ടുപോകുന്ന ഏജൻസികളെ നിയന്ത്രിക്കാനുള്ള ചട്ടങ്ങളാണുള്ളത്. ഏറ്റവും പ്രധാനം ഇത്തരത്തിലുള്ള ഏജൻസികൾക്കും ഏജന്റുമാർക്കും രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇവരുടെ പ്രവർത്തനങ്ങളെയും അതോടൊപ്പം വിദ്യാർത്ഥികളുടെ റിക്രൂട്ട്മെന്റിനെയും നിരീക്ഷിക്കുന്നതിനായി സംസ്ഥാന തലത്തിൽ ഒരു സമിതിക്കും സർക്കാർ രൂപം നൽകും എന്നും ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രവർത്തിച്ചാൽ തടവും പിഴയും ഈ ചട്ടത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ വിശദാംശങ്ങൾ മുഴുവൻ ഈ സംസ്ഥാനതല അതോറിറ്റിക്ക് നൽകണം എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഈ ഏത് കോളേജിലേക്കാണോ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നത് ഈ കോളേജിന്റെ വിവരങ്ങൾ, അതോടൊപ്പം തന്നെ അവിടുത്തെ ഫീസ്, ഹോസ്റ്റൽ സൗകര്യം എന്നിവ വ്യക്തമാക്കണം. വിദ്യാഭ്യാസ വായ്പ വിദ്യാർത്ഥികൾ എടുക്കുകയാണെങ്കിൽ അത് ഇനി ഏജന്റുമാർക്ക് കൈപ്പറ്റാൻ പറ്റില്ല, പകരം ആ കോളേജിന്റെ അക്കൌണ്ടിലേക്ക് നേരിട്ടാകും നൽകുക. ഇത്തരത്തിലുള്ള കർശനമായ വ്യവസ്ഥകളാണ് ഇപ്പോൾ പുതിയ നിയമത്തിലൂടെ സംസ്ഥാന സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. മലയാളി വിദ്യാർത്ഥികൾ ഇതര സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ അന്യ രാജ്യങ്ങളിലും തട്ടിപ്പിന് വിധേയരാകുന്നത് ഒഴിവാക്കുകയാണ് ഈ നിയമനിർമ്മാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. SKN. ഓക്കെ, താങ്ക് യു VA ഗിരീഷ്.